എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ചാരു സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ 30,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ബിഗ് ഫാമിലി ആയിരിക്കുകയാണ്. അപ്പോൾ അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത്, അത് സ്നേഹം സപ്പോർട്ട് തന്ന് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുന്നു. പിന്നെ എൻ്റെ വാവയുടെ ബർത്ത്ഡേ ആയിരുന്നു സെപ്റ്റംബർ 28. അതിനും എല്ലാവരും വിഷസ് അറിയിച്ചു. എല്ലാവരോടും താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിലും പെട്ടെന്നും ചെയ്തെടുക്കാവുന്ന ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ വെച്ച് നമ്മൾ ബോട്ടിൽ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുപ്പി എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതേ ഞാനിവിടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിരിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ പെയിൻറ് എടുത്തിരിക്കുന്നത് ഇനാമൽ പെയിൻ്റ് ആട്ടോ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ ഇനാമൽ പെയിൻറ് യൂസ് ചെയ്യണത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതില്ലെങ്കിൽ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനാമൽ പെയിൻറ് ഞാനിവിടെ എടുത്തിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ കയ്യിൽ 2 ബോട്ടിലുണ്ടായിരുന്നു. അത് വോളിൽ ചെയ്യാൻ വേണ്ടി എടുത്തത്. അത് ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഇളക്കി കൊടുത്തു ആദ്യം ഒരു സ്റ്റിക്ക് കൊണ്ട്, കാരണം ഇച്ചിരി കട്ടിപ്പുണ്ടാവും അത്. എന്നിട്ട് ഞാനൊരു വലിയ ബ്രഷ് കൊണ്ട് ബോട്ടിൽ ചെയ്ത് കൊടുക്കാം. അത് ഇങ്ങനത്തെ ബ്രഷായിരിക്കും എപ്പോഴും നല്ലത്. സ്പോഞ്ചോ അതോ ചെറിയ ബ്രഷ് അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ വലിയ വോളിലൊക്കെ ചെയ്യില്ല, അങ്ങനത്തെ ബ്രഷ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഉപയോഗിച്ച് ഒരു കോട്ട് മാത്രം മതിയാകും, നല്ല ഭംഗിയുണ്ടാവും. ഒറ്റ കോട്ട് മതി. പിന്നെ ഒരു കാര്യമുള്ളത്, ഒരു 3 മണിക്കൂറെങ്കിലും മാക്സിമം ഉണങ്ങാൻ സമയം കൊടുക്കണം. അതും വെയിലത്ത് വെച്ച് നന്നെ ഉണക്കിയെടുക്കുക. അപ്പോൾ അത് ഉണങ്ങിയില്ലെങ്കിൽ കൈ കൊണ്ട് തൊടുമ്പോൾ ഒട്ടിപ്പിടിക്കും, അതാണ് കുഴപ്പം. അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം, അത് ഉണങ്ങിക്കിട്ടണം. പിന്നെ ഉണങ്ങിക്കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇതുപോലെ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഷൈനിങ് ആയിരിക്കും ഈ ഇനാമൽ പെയിൻറ്റ് കൊണ്ട് ചെയ്ത് ണെങ്കിൽ കുപ്പി നല്ല ഷൈനിങ് ആയിരിക്കും. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ഈ പെയിൻറ് ഇല്ലെങ്കിൽ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു ടൂളുകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഒരു ബാംബു സ്റ്റിക്ക്, പിന്നെ ബഡ്സ്, അതുപോലെ പെൻസില്, പെന്ന്, അതുപോലെ ബ്രഷിൻ്റെ അറ്റം, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വിചാരിക്കും ഡോട്ട് പെയിൻറ്റിങ് ചെയ്യാൻ പോകുക. ഡോട്ട് പെയിൻറ്റിങ് മാത്രമല്ല, ഇത് കുറച്ചൊന്ന് ഭംഗിയാക്കാൻ പോവുക. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മൊത്തത്തിൽ കണ്ടാലേ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത്, ഞാനിപ്പോൾ പറഞ്ഞുതരാം. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ, ഇനാമൽ പെയിൻ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ടർപ്പൻ അല്ലെങ്കിൽ മണ്ണെണ്ണയിൽ മുക്കി വെക്കേണ്ടതായിരിക്കും ബ്രഷ്. ഇല്ലെങ്കിൽ ആ പെയിൻറ്റ് പോകില്ല. സാധാരണ വെള്ളത്തിൽ പോയി കഴുകരുത് ആരും. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വലുതും ചെറുതുമായിട്ടുള്ള കുറച്ച് ഡോട്ട് വട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തു. അതിൽ ബഡ്സ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാംബു സ്റ്റിക്കും ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ബ്രഷിൻ്റെ അറ്റം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വട്ടത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള കുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഇതിനൊരു സ്റ്റെം പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 000 ബ്രഷ് വെച്ചിട്ടാണ് കുത്തിട്ട് കൊടുക്കുന്നത്. അതിന് പകരം ടൂത്ത് പിക്ക് യൂസ് ചെയ്യുന്നവർക്ക് ടൂത്ത് പിക്ക് ഉപയോഗിക്കാം. അതിന് പകരം ഏത് ടൂളും, അതുപോലത്തെ ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ വട്ടങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ ഏത് ടൂളും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളർ കൊണ്ട് സ്റ്റെമ്മും ലീഫും ഡോട്ടും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ലീഫ് ചെയ്യുമ്പോൾ ഒരു സൈഡ് വരച്ചിട്ട് ഒരു സൈഡ് ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് ആ വരച്ച ഭാഗം കുറച്ച് കട്ടി കൂട്ടി നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം, ഇതുപോലെ. അപ്പോൾ ഇത് കുപ്പി മൊത്തത്തിൽ നമുക്ക് ലീഫും ഡോട്ടും ഒക്കെ ഇട്ട് നമുക്ക് ഭംഗിയാക്കണം. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് ചെയ്തെടുക്കാൻ.
അപ്പോൾ ഇനി വേണ്ടത് ഞാൻ ബാമ്പു സ്റ്റിക്ക് കൊണ്ട് നമ്മൾ റെഡ് ഡോട്ട് ഇട്ടതിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡ് കൊണ്ട് നമ്മൾ യെല്ലോ കളർ കൊടുക്കാൻ പോവാണ്. ഓരോ ഡോട്ടും ചെറുതും വലുതുമായിട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ കുത്തു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മുടെ ഈ ഒരു കുപ്പിയുടെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ ഗോൾഡൻ കളർ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതൊരു ബ്രഷ് കൊണ്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ ബാമ്പു സ്റ്റിക്കോ ബഡ്സോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഓരോ കളർ, ഇവിടെ 3 കളർ ഉപയോഗിച്ചല്ലോ, അതായത് റെഡ്, യെല്ലോ ആൻഡ് ഗോൾഡ്. അപ്പോൾ ഈ ഒരു കളർ കൊണ്ട് നമുക്കിവിടെ ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ആ ബ്ലാക്കിന് നല്ല ഷൈനിങ് ആണ്, അത് ഇനാമൽ പെയിൻറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂല്ലേ, പെട്ടെന്നല്ലേ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന പെയിൻറ്റിംഗ് ആണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്തെടുത്തത്. അതും കുപ്പി മൊത്തത്തിൽ നമ്മളങ്ങോട്ട് ലീഫും ഡോട്ടും ഒക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ സ്നേഹത്തോടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.